ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സമീർ കാളിക്കവ്, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് സെക്രട്ടറി ജനറൽ ബഹുമാന്യനായ ആരിഫ് അലി സാഹിബ്, വേദിയിലിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും സോളിഡാരിറ്റി SIO ജമാഅത്ത് വനിതാ വിഭാഗത്തിൻ്റെയും ഒക്കെ ആദരണീയരായ നേതാക്കളെ, ശ്രീ ബാബുരാജ് ഭഗവതി സർ, സദസ്സിലുള്ള ഈ ഐക്യദാർഢ്യ റാലിയിലും ഈ സംഗമത്തിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ചിന്തയെയും ആവേശത്തെയും ഫലസ്തീനിൻ്റെ ജനതയോടൊപ്പം ചേർത്ത് വെച്ച ഈ സംഗമത്തിന് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്രീ പലസ്തീൻ, ഫലസ്തീൻ വിൽ ബി ഫ്രീ എന്നുള്ളത് വലിയ ജനകീയ പോരാട്ട വിപ്ലവവാക്യമാക്കി മാറ്റിയ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫലസ്തീൻ കോസിനു വേണ്ടി ഒരുമിച്ച് കൂടിയ എല്ലാ പോരാട്ട ജനതയോടും ഐക്യപ്പെടുന്നു. അവരുടെ പോരാട്ടങ്ങൾക്ക് അല്പം ആശ്വാസം നൽകുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നാം ഇവിടെ ഒരുമിച്ചിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 തൂഫാനുൽ അക്സ എന്ന് പേരിട്ടുകൊണ്ട് ഗസയുടെ, ഫലസ്തീനിൻ്റെ ശ്രദ്ധ, ലോക ജനതയുടെ ശ്രദ്ധ പിടിച്ചു വാങ്ങുന്ന വിധത്തിൽ ഹമാസിൻ്റെ പോരാട്ട വീര്യം കണ്ട ആളുകളാണ് നാം. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ 2 വർഷമല്ല യഥാർത്ഥത്തിൽ ഫലസ്തീൻ ജനത പോരാടിക്കൊണ്ടിരിക്കുന്നത്. നീണ്ട 75 വർഷം ഒരു ജനത ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടാണ് നാം ഇവിടെ ഒരുമിച്ചിട്ടുള്ളത്. ആ ജനത എന്ന് പറയുന്നത് കേവലം വളരെ ചെറിയൊരു പ്രദേശത്ത്, കേവലം 41 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയുമുള്ള 23 ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, വംശീയമായി ഇല്ലാതാക്കാൻ വേണ്ടി, വംശീയ നാശം നടത്താൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന വംശീയതയുടെ ക്രൂരനായ ഭരണാധികാരി നെതന്യാഹുവിൻ്റെ ആർത്തിപൂണ്ട യുദ്ധക്കൊതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പീഡനങ്ങളും പ്രതിസന്ധികളുമാണ് ആ ജനത അനുഭവിച്ചു കൊണ്ടിരുന്നത്. അതായത് വർഷങ്ങളായി പൊരുതിക്കൊണ്ടിരിക്കുന്ന, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയോടുള്ള ഐക്യദാർഢ്യത്തിലാണ് നാം ഇവിടെ ഒരുമിച്ചിരിക്കുന്നത്. 2 ലക്ഷം കോടി സൈനിക സഹായമാണത്രേ അമേരിക്ക ഇസ്രായേലിന് നൽകിയത്. സ്വന്തമായിട്ടൊന്നുമില്ലാതെ സാമ്രാജ്യത്വ ശക്തികളുടെ പിൻബലത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരാണ് അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും തെമ്മാടിത്തരത്തിൻ്റെയും വലിയ ഉദാഹരണങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു ജനതയെ വംശീയമായി ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ 2 വർഷം നമ്മൾ പലപ്പോഴും ചർച്ചകളിൽ പലരും പറയുന്നത് തൂഫാനുൽ അക്സ സംഭവിക്കേണ്ടിയിരുന്നില്ല, സ്വാഭാവികമായിട്ടും ഫലസ്തീനിലെ ജനങ്ങൾ അത് പൊരുതി നേടുമെന്നൊക്കെയുള്ള വാദങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. എന്നാൽ തൂഫാനുൽ അക്സ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് ഫലസ്തീൻ എന്നേക്കും ഇല്ലാതാകുമായിരുന്നു എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. തൂഫാനുൽ അക്സ സംഭവിച്ചതുകൊണ്ട് ലോകത്ത്
157ഓളം രാജ്യങ്ങൾ ഫലസ്തീനിനെ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നിടത്ത് ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത്. ഫലസ്തീൻ ഒരു രാജ്യമാണ്, ഒരു രാഷ്ട്രമാണ് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്ത രാജ്യങ്ങളുടെ മുന്നിൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ചെറുത്തുനിൽപ്പ് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹമാസിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങളോട് സന്ധി സംഭാഷണത്തിന് വരേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് തൂഫാനുൽ അഖ്സ നമുക്ക് നൽകിയ വിജയം എന്ന് പറയുന്നത്. ഇത്രയും സംഗതികൾ, അതായത് ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നേടിയെടുക്കാൻ അധിനിവേശത്തിനെതിരെ മുഴുവൻ ലോകത്തെയും അണിനിരത്തുന്ന ഒരു സാഹസിക നീക്കം നയിക്കുമെന്നുള്ളത് ഷഹീദ് യഹിയ സിൻവാർ പ്രസ്താവിച്ചത് നമുക്കറിയാം. അങ്ങനെ ലോകം മുഴുവൻ ഫലസ്തീനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എവിടെങ്ങളൊക്കെ ക്യാമ്പസുകളിൽ, കോർപ്പറേറ്റ് കമ്പനികളിൽ അവരുടെ ഉദ്യോഗങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് സ്ത്രീകളും കുട്ടികളും ക്യാമ്പസുകളിലും തെരുവുകളിലും അതോടൊപ്പം ലോകത്തിൻ്റെ തെരുവുകളിലും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു നാടുകളിൽ, ഒരുപക്ഷെ നമ്മൾ ശക്തിയില്ല, അധികാരമില്ല എന്ന് പറയുന്ന ആഫ്രിക്കൻ നാടുകളിൽ, ആഫ്രിക്കൻ, ഏഷ്യൻ, യൂറോപ്പ് തുടങ്ങി വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഫലസ്തീൻ ഐക്യപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര വംശഹത്യാ കുറ്റവാളിയായ നെതന്യാഹുവിനെതിരെ വംശഹത്യാവാദി എന്ന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന UN സദസ്സ് പോലും സൃഷ്ടിക്കപ്പെട്ട ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ തൂഫാനുൽ അഖ്സ നമ്മുടെ മുമ്പിൽ നൽകിയത്. നമുക്കൊരിക്കലും 2023 ഒക്ടോബർ 7 സംഭവവികാസങ്ങൾ നടന്നതിന് ശേഷം ഗസയിലുള്ള ജനതയോട് ഇസ്രായേൽ കാണിച്ച ക്രൂരതകൾ കാണുമ്പോൾ അതിൻ്റെ 2 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആശ്വാസത്തിലേക്ക് UN ജനറൽ അസംബ്ലിയിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോയി കൊലപാതകിയായ, കൊലക്കുറ്റത്തിനിരയായ നെതന്യാഹുവിന്റെ വാക്കുകൾ കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് UN അസംബ്ലിയിൽ നിന്ന് രാഷ്ട്ര നേതാക്കൾ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം സംജാതമാകുമെന്ന് നാം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ അന്യായമായി ഇസ്രായേൽ തടവിലാക്കിയ ഫലസ്തീനികളുടെ മോചനം തൂഫാനുൽ അഖ്സ ലക്ഷ്യം വെക്കുമ്പോൾ ഹമാസിന്റെ മുമ്പിലുണ്ടായിരുന്നു. ആ 2023 ഏപ്രിൽ വരെ 5200 ഫലസ്തീനികൾ ഇസ്രായേലിന്റെ ജയിലുകളിൽ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവരുടെ മോചനം ഹമാസ് ആഗ്രഹിക്കുന്നു എന്നും അതിൽ തന്നെ 1000-ലധികം ആളുകൾ ഒരു കുറ്റവും ചെയ്യാതെ, എല്ലാവരെയും കുറ്റം ചെയ്യാത്ത ആളുകളാണ്, പക്ഷേ ചില ആളുകളുടെ മേൽ അന്യായമായ കുറ്റങ്ങൾ ചാർജ് ചെയ്തിട്ടാണ് പിടിച്ചുകൊണ്ടുപോയത്. അതിൽ ധാരാളം സ്ത്രീകളുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്. ഇവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി പോരാളികൾക്ക് സഹായം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ ജയിലുകളിൽ പിടിച്ചു വച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലസ്തീനിന്റെ പോരാട്ട വീര്യം സംസാരിക്കുന്നിടത്ത് സ്ത്രീകളുടെ പങ്കിനെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. ഖദീജമാറും കൻസമാറും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഖദീജമാറും കൻസമാറും പുനർജനിച്ചുകൊണ്ടിരിക്കുന്ന, ചരിത്രത്തിന്റെ ആവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗസയിലുള്ള അതിശക്തമായ പാഠം പ്രിയമുള്ളവരെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും ചരിത്രത്തെ കോട്ട് ചെയ്യുന്ന ആളുകളാണ്. ചരിത്രം കോട്ട് ചെയ്യുന്നത് നമ്മുടെ കൺമുമ്പിൽ വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ചരിത്രത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ട് ഉമ്മമാരും സ്ത്രീകളും കാണിക്കുന്ന വിപ്ലവ വീര്യമുണ്ടല്ലോ, ആ വിപ്ലവ വീര്യം ആവേശിച്ചെടുത്താൽ മാത്രമേ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അനീതിക്കെതിരെ ശബ്ദിക്കാൻ പോരാട്ട വീര്യമുള്ള, വിപ്ലവമൂല്യമുള്ള തലമുറയെ സൃഷ്ടിക്കാൻ കഴിയൂ എന്നുള്ളത് ഫലസ്തീനിലെ ഉമ്മമാരും സ്ത്രീകളും എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം സംഭവ വികാസങ്ങളാണ്, എത്രമാത്രം സംഭവങ്ങളാണ് നമ്മുടെ ഹൃദയത്തിലും ചിന്തയിലും നമ്മുടെ പഠനത്തിലും തെളിഞ്ഞു വരുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ വിവരിക്കാനുണ്ട് ഫലസ്തീനിന്റെ ചരിത്രത്തിൽ. നമ്മുടെ ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങുന്ന ധാരാളം സംഭവ മുഹൂർത്തങ്ങൾ ഫലസ്തീനിൽ ഉമ്മമാർ വരച്ചു വെച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളെ, ആ സംഭവങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ തലമുറയിലേക്ക് കൈമാറാനുള്ള ഊർജമായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു സംഗമത്തിന് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.